Hello everyone, welcome back to Silent Learning. It's me Jamshad. You can always call me Jedi. സംഭവം ശരിയാണ്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആക്ച്വലി നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓൾറെഡി 7ാം ക്ലാസ്സിലുള്ളവരാണെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൻ്റെ വീഡിയോ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. 6ാം ക്ലാസ്സിൽ ഉള്ളവർക്കാണ് ആക്ച്വലി ഈ ഒരു കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് വന്നവർക്കാണ് ഈ ഒരു വീഡിയോ സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അവരിലേക്ക് അറിയിക്കാൻ പറ്റുന്നവരെന്താക്കുക അറിയിച്ചു കൊടുക്കുക. ഏതായാലും ഇത്തവണ USSഉം അതുപോലെ തന്നെ കംപ്ലീറ്റ് 7ാം ക്ലാസ്സിൻ്റെ ഓണം മാനുവൽ അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം എല്ലാം നമുക്ക് സെറ്റ് ആക്കേണ്ടതുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നമുക്ക് നോക്കാം. ഇനി ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. എന്തൊക്കെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സ്, എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതിനെ പറ്റിയുള്ള ഒരു അനാലിസിസ് ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടിരിക്കുക, ഇതൊക്കെയാണ് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. നോക്കാം, നമ്മുടെ ആദ്യത്തെ പാർട്ട് 1 2 പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. ഹാർമണി ഓഫ് മാർവൽസ് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിൽ നിങ്ങൾ നേരിടാൻ പോകുന്നു 3 കിടിലൻ ചാപ്റ്റേഴ്സ്. റോബോട്ട് വിത്ത് എ വൈറസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ്. ഇതിൽ ഈ റോബോട്ട് വിത്ത് വൈറസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അടിപൊളി ചാപ്റ്ററാണ്, സൂപ്പർ ചാപ്റ്ററാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ റോബോട്ട് വിത്ത് എ വൈറസ്. വാവ്, അടിപൊളി ചാപ്റ്റർ. ഓക്കെ, അതുപോലെ തന്നെ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്നുള്ള ഒരു പോം ഉണ്ട്. ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ് എന്നുള്ള ഒരു യാത്ര പോകുന്ന ഒരു ദുബായ് കാണാൻ പോകുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഇമാജിനേഷൻ എന്ന് പറയുന്ന 2ാമത്തെ യൂണിറ്റിൽ നിന്ന് എ ഡോൾസ് ജേർണി, ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന പോം, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന കിഡിലിൻ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ യൂണിറ്റ് ഫ്രോം ദിസ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റ് ആണ്. ആക്ച്വലി ലാസ്റ്റത്തെ യൂണിറ്റ് ആണ്. നോക്കാം, ദ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണമുണ്ട്. ലാഫിംഗ് സോങ് എന്ന് പറയുന്ന ഒരു പോമുണ്ട്. ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കാണാനിരിക്കുന്നത്. ഇനി 2ാമത്തെ പാർട്ടിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വരാനുണ്ട്. നോക്കിക്കോ, റെസിൽ ഓഫ് വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നിന്ന് രഞ്ജീസ് മാജിക് ബാറ്റ്, എൻ്റെ മോനെ അടിപൊളി നല്ല മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. ഡോസ് ഓഫ് ഡെയറിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് രഞ്ജീസ് മാജിക് ബാറ്റ്. ഭയങ്കര മോട്ടിവേഷണലാണ്. പക്ഷേ പ്രേയിങ് ഹാൻഡ്സും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ. അതുപോലെ തന്നെ ദ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ഭയങ്കര ഇമോഷണൽ ചാപ്റ്റർ ഉണ്ട്. ബ്രിഡ്ജ് ഓവർ ദ ട്രബിൾഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഇതിൽ യെല്ലോ അംബ്രല്ല കുറച്ചുകൂടി അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അതിനെ പറ്റിയിട്ടൊരു ഫിലിം തന്നെ ഉണ്ട് ആക്ച്വലി. യെല്ലോ അംബ്രല്ലയെ പറ്റിയിട്ടൊക്കെ ഒരു ഫിലിം ആക്ച്വലി അനിമ ഉണ്ട്. ഏതായാലും ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഇനി വരുന്ന വർഷം 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിരുന്നാൽ മതിയോ? പോരല്ലോ, അതിലെ കോണ്ടന്റ് വീഡിയോസ് ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ മീൻസ് കോണ്ടന്റ് വീഡിയോസ് അല്ല, നമ്മൾ ഡിസ്കോഴ്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗ്രാമർ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. കോൺവെർസേഷൻ, പോസ്റ്റർ മേക്കിംഗ്, ലെറ്റർ റൈറ്റിംഗ്, എഡിറ്റിംഗ്, പ്രൊഫൈൽ റൈറ്റിംഗ്, തോട്ട് റൈറ്റിംഗ്, ക്യാരക്ടർ സ്കെച്ച്, കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ സ്റ്റോറി ഓഫ് പോയത്ത് എന്നിട്ട് അതിൽ കോംപ്രിഹെൻഷൻ, ഇമെയിൽ റൈറ്റിംഗ്, നെറേറ്റീവ്, ഇവന്റ്, ഡയറി, എറ്റ്സെട്ര തുടങ്ങിയിട്ട് എറ്റ്സെട്ര എന്നൊന്നല്ല, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇനി വരാനിരിക്കുന്ന കുറേ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ വരാനുണ്ട്. അതെല്ലാം നമുക്ക് സെറ്റാക്കി പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇനി വരുന്ന ആക്ച്വലി ഈ വർഷം നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ പരിചയപ്പെടേണ്ട കാര്യങ്ങളൊക്കെ. ഇതൊക്കെ 7ാം ക്ലാസ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് USS എക്സാം എഴുതുന്നവർക്ക് ആക്ച്വലി എന്തുണ്ടാവില്ല, ഇത്രയും ചാപ്റ്റർ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ വേറെ ഏത് സബ്ജക്റ്റ് എടുത്തു നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ബേസിക് സയൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബേസിക് സയൻസിൽ നിന്നാണ് എന്ത് ക്വസ്റ്റ്യൻ വരിക? എവിടെ ക്വസ്റ്റ്യൻ വരിക? USSന് ക്വസ്റ്റ്യൻ വരിക. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ NMMS എക്സാമിനും നിങ്ങളുടെ സ്കോളർഷിപ്പ് എക്സാം ആയിട്ടുള്ള NMS എക്സാമിന് ഭാവിയിൽ എഴുതാൻ പോകുന്ന അതിനുള്ളിലൊക്കെ ബേസ് എന്ന് പറയുന്നത് 7, 6, 5 ഒക്കെ ക്ലാസ്സിലുള്ള പിന്നെ ടെക്സ്റ്റ് ബുക്കാണ്. ആക്ച്വലി 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഇനി മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും ഇതും ഒക്കെ കൂടിയാണ് NMSനും USSനും ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് നമ്മൾ 7ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ മാർക്ക് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല NMMSനും മീൻസ് ആക്ച്വലി USSനും നമ്മൾ ഏറ്റവും മുന്നിലുള്ളത് USS ആണ്.
എസിനും ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സിലബസ് ആണ് 7ാം ക്ലാസ്സിലെ സിലബസ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ ഈ പറയുന്ന ഈ വെക്കേഷൻ സമയത്ത് തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് USS ക്രാക്ക് ചെയ്യാം. നമ്മുടെ ഈ ഒരു ആനുവൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ ഓണം എക്സാമിനൊക്കെ നല്ല മാർക്കും വാങ്ങാം. അതിനൊരു ട്രിക്കുമായിട്ടാണ് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതാ പിടിച്ചോ, ഇതാണ് നിങ്ങൾക്കുള്ള. ചിലപ്പോൾ പാരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ, ഡിയർ പാരൻസ്, നിങ്ങളുടെ കുട്ടിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഈ ഒരു സൈലത്തിൻ്റെ ഈ ഒരു 2750 രൂപക്ക് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഈ ഒരു വർഷത്തേക്കുള്ള ട്യൂഷൻ, ഒരു വർഷത്തേക്കുള്ള സൈലത്തിൻ്റെ അവെഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ കൂടിട്ടോ, ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. ഈ ആദ്യത്തെ ബാച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സീറ്റ് ഫുള്ളായി കഴിയുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എന്തായിരിക്കും പ്രൈസൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഏതായാലും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആക്ച്വലി എന്തിന് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, എല്ലാ ചാപ്റ്റേഴ്സും ഓൾറെഡി നമ്മുടെ ആപ്പിലുണ്ട്. കൂടാതെ ഡെയിലി ഓരോ ചാപ്റ്റർ, ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് 5ാമത്തെ ചാപ്റ്റർ എടുക്കുക, അതിന് റിവിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ ചാപ്റ്റർ വീഡിയോ കാണണം. എന്ത് ചെയ്യും? ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സ് ഇതിലുണ്ട്, അതിൻ്റെ സ്ലൈഡുകളൊക്കെ ഉണ്ട്. പിന്നെ ലൈവ് ക്ലാസ്സിൽ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓരോ ക്ലാസ്സിൻ്റെയും സ്ലൈഡ്സും നോട്ട്സും ഇൻസ്റ്റന്റ്, ഒരു ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലൈഡ് ഈ ഒരു നമ്മുടെ ആപ്പിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്, ചാപ്റ്റർ വൈസ്, ടേം വൈസ്, മോഡൽ എക്സാമുകൾ നടത്തും. ഓണം എക്സാമിന് സൈലത്തിൻ്റെ ഒരു ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിന് സൈലത്തിൻ്റെ ഒരു ക്രിസ്മസ് എക്സാം, ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ സൈലത്തിൻ്റെ ഒരു യൂണിറ്റ് എക്സാം. അതൊക്കെ നമ്മൾ സൈലം നടത്താൻ പോവാണ്. ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി, നമ്മുടെ ടീച്ചേഴ്സും നിങ്ങളുടെ മെൻറ്റേഴ്സും നിങ്ങളും എല്ലാവരും കൂടിയുള്ള ഒരു ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ എന്താക്കും? പുതിയൊരു ഫീച്ചറാണ്, ന്യൂ ഫീച്ചറാണ് നമ്മുടെ ആപ്പിലുള്ള, അതുണ്ടായിരിക്കും. പിന്നെ ഇതിൽ കൊടുക്കാത്തൊരു ഫീച്ചറുണ്ട്, അതും നമുക്കിത് അവൈലബിൾ ആണ്. സ്റ്റുഡൻസ് പാരൻസ് ഡാഷ്ബോർഡ്. പാരൻസിന് നിങ്ങൾ എത്ര വീഡിയോ എവിടെ വരെ കണ്ടു, എത്ര വീഡിയോസ് കണ്ടു, എത്ര സ്ലൈഡുകൾ ചെക്ക് ചെയ്തു, എക്സാമിന് എത്ര മാർക്ക് ഉണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ പാരൻസിനും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു ഫീച്ചർ കൂടി നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ചിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതാണ് നമ്പറിലേക്ക് വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, സെറ്റ് ആക്കുക. അത് ഈ ഒരു നമ്പർ നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ. എല്ലാവരോടും അവെഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറയാം. അതുകൂടാതെ ഒറ്റ കാര്യം കൂടി, USSും വേണ്ടേ? USSനും ആക്ച്വലി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റൂടാ? USSനും ഈ ഒരു 7ാം ക്ലാസ്സിൻ്റെ സിലബസ് പഠിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് USSും അതിനുള്ള പഠനവും കൂടി ഒരുമിച്ച് നടക്കാൻ പോകണം. കാരണം സെയിം സിലബസ് ആണ്. ഏത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണോ നിങ്ങൾ എന്താക്കുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അത് തന്നെയാണ് എവിടെ പഠിക്കാൻ പോകുന്നത്, USSൽ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. സോ നന്നായിട്ട് എല്ലാ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് USSും പ്രിപ്പറേഷനും കൂടി അതിൻ്റെ കൂടെ നടക്കുന്നതായിരിക്കും. വെക്കേഷൻ ടൈം ചുമ്മാ കളയേണ്ട. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ക്ലാസ്സിന്, ഇനിയിപ്പോൾ ക്ലാസ് മിസ്സായി കഴിഞ്ഞാലും ആ ലൈവ് ക്ലാസ് എവിടെ ഉണ്ടാവും? റെക്കോർഡഡ് ആയിട്ട്, അതും നമ്മുടെ ഇതിലുണ്ടായിരിക്കും, നമ്മുടെ ആപ്പിലുണ്ടായിരിക്കും. സോ മിസ് ചെയ്യരുത്. കോൺടാക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിലൂടെയും നിങ്ങൾക്ക് എന്താക്കാം, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ 7ാം ക്ലാസ് വരെ, ഇപ്പോൾ 8ാം ക്ലാസ്സിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനിയന്മാർക്ക് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ പിന്നെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ജസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആവശ്യമുള്ള ആൾക്കാരെ കാണട്ടെ, സെറ്റാക്കട്ടെ. നമുക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ ഓൾവേസ് കോൾ മീ JD.